നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ടറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ഒരു സെക്ടറിലെ ഒരു മോശമില്ലാത്ത രണ്ട് കമ്പനികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ സത്യത്തിൽ ഈ ഒരു വീഡിയോ ദൈർഘ്യമേറി പോകുന്നത് കൊണ്ട് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ കമ്പനിയെ പരിചയപ്പെടുന്നു, രണ്ടാമത്തെ മറ്റൊരു കമ്പനിയെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള എന്ന് പറയുന്നത് അറിയുന്നുണ്ടാവും, എങ്കിൽ പോലും ഒരു പറയാം. ഡാറ്റാ സെന്റർ പറയുന്നത് പറയുന്ന പോലെ തന്നെ പോലെ തന്നെ മറ്റുള്ള ഡാറ്റ കൊണ്ട് എല്ലാ സെക്കൻഡിലും ഡാറ്റ സ്ട്രീം ചെയ്തിരിക്കുകയാണ് നടക്കുമ്പോൾ. അതേപോലെ തന്നെ ഫിനാൻസ് എല്ലാത്തിൻ്റെ അകത്തുനിന്നും കോടിക്കണക്കിന് ഡാറ്റ ഓരോ സെക്കൻഡിലും സ്ട്രീം ചെയ്യുകയാണ്. ഡാറ്റയൊക്കെ സ്ട്രീം ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ഡാറ്റ, ബാങ്കിൽ നിന്ന് അയക്കുന്ന മെസ്സേജുകൾ ഉൾപ്പെടെ ഇതെല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡാറ്റാ സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ 10 വർഷം മുമ്പുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സെർവർ ഫാംസ് എന്നൊക്കെ ആയിരുന്നു പലപ്പോഴും കൊണ്ടിരുന്നത്. അതായത് സെർവർ ഒന്നിച്ച് കൂട്ടം ഒരു സ്ഥലത്ത് വെച്ചേക്കാണ്. തന്നെയാണ് ഡാറ്റാ സെൻറ്റർ. അത് ഗൂഗിൾ സെർവർ ഫാമൊക്കെ വീഡിയോകളൊക്കെ അധികം പ്രചാരം നേടിയിട്ടുള്ളതായി. കൂളിംഗ് ടവർ, അതിൻ്റെ വിശേഷങ്ങൾ, അണ്ടർ വാട്ടർ, അതായത് അണ്ടർ സീ സെർവർ ഫാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത്ര ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നോളജി ആയിട്ടൊന്നും കരുതപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയേറെ കമ്പനികൾ, ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ ഈ ഒരു വ്യവസായത്തിലേക്ക് വന്നു. അപ്പോൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൂട്ടം സെർവറുകൾ, അതായത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്മറിയും പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും ഒക്കെ ഉള്ള ഒരു കൂട്ടം സെർവറുകൾ ഒന്നിച്ചു കൂട്ടി വെച്ചിരിക്കുന്നു. അവ പ്രവർത്തിപ്പിക്കുന്നു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട്, അതായത് അതിന് പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാതെ എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റ മാനേജ്മെൻറ്റ് ആൻഡ് പ്രോസസ്സിംഗ് പാർട്ട്, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പോലത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ. അപ്പോൾ പവർ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കും, പവർ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിനും വേണമല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു സെർവർ ഫാംസ് ആയതുകൊണ്ട് പവറിൻ്റെ ക്വാളിറ്റി നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ക്വാളിറ്റി പവർ എന്ന് പറയുന്നതിനെക്കുറിച്ച് വലിയൊരു അവബോധമൊന്നും ആർക്കും ഇല്ല. അതേസമയം നമ്മൾ സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ തന്നെ അവിടെയുണ്ട്. ക്വാളിറ്റി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും ഫ്രീക്വൻസി എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്ത് തന്നെ നൽകിക്കൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ KSEB നൽകേണ്ടത് 230 വോൾട്ട് 50 ഹെർട്സിലാണ്. പക്ഷേ എല്ലാ സമയവും 230 വോൾട്ട് 50 ഹെർട്സിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കയ്യിൽ ഏറ്റവും മിനിമം ഒരു മൾട്ടിമീറ്റർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 230-നേക്കാളും ചിലപ്പോഴൊക്കെ കൂടുതലും കുറവൊക്കെ ആയിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്. അതേപോലെ തന്നെ 50 ഹെർട്സ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അതുപോലെ തന്നെ ലോഡ് സ്റ്റെബിലൈസേഷനുള്ള ഇഷ്യൂസൊക്കെ നമ്മുടെ സാധാരണ ഗ്രിഡിനെയൊക്കെ ബാധിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സത്യത്തിൽ നമ്മൾ ഈ ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ ഹാർഡ്വെയറിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ക്വാളിറ്റി പവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പവർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ജോലി. അപ്പോൾ ഒരു ഹാർഡ്വെയർ പാർട്ടുണ്ട്, അതേപോലെ തന്നെ പവർ പാർട്ടും ഉണ്ട്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ വ്യവസായം ഇവിടെ താഴ്ച വളരുമ്പം ഈ രണ്ട് വ്യവസായങ്ങളും ഒരേ സമയം തന്നെ താഴ്ച വളരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു ഡാറ്റ മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു രംഗത്ത് കമ്പനികൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകം കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കമ്പനിയെ പ്രധാനമായിട്ടും ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടതുകൊണ്ടും, രണ്ടാമത്തെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ട്രെൻഡ് എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം ഈ ഒരു കമ്പനിയെ സത്യത്തിൽ ഇൻഫോസിസായിട്ടോ HCL ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇൻഫോസിനെയും HCLനെയും സാധാരണ രീതിയിൽ ഇന്നത്തെ രീതിയിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനൊന്നും ആവശ്യമില്ല. അവർക്ക് എല്ലാവർക്കും മിഡ് ക്യാപ് കമ്പനികളോ സ്മോൾ ക്യാപ് കമ്പനികളോ മതി. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ കമ്പനികളുടെ എല്ലാം വില, അതിൻ്റെ വാല്യുവേഷൻ ഒന്നും അനുസൃതമല്ലാതെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ താരതമ്യേന കുറച്ച് വാല്യുവേഷൻ ഫെയർ ആയിട്ടുള്ളൊരു കമ്പനി. അതുകൂടാതെ ടെക്നോളജി അഡാപ്റ്റേഷന് വേണ്ടിയിട്ടും ഹാർഡ്വെയർ ചിപ്പിലേക്കും കാലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധ്യതകളും അതിനു വേണ്ടിയിട്ടുള്ള പല MOUകളും സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി. ആ രീതിയിലാണ് ഈ കമ്പനിയെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയെ നമ്മൾ നോക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഈ ഒരു ഹാർഡ്വെയർ ബിസിനസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഡാറ്റാ സെൻറ്റേഴ്സിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് ക്യാപ്റ്റീവ് കോലൊക്കേഷൻ, മറ്റത് IaaS ഇൻ്റർനെറ്റ് ആസ് എ സർവീസ്. അതായത് ക്യാപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ ക്യാപ്റ്റീവ് പവർ സോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ സെർവർ ഫാംസ് ഒക്കെ മാനേജ് ചെയ്യുന്നു. മാനേജ് ചെയ്തിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയൊരു സെക്യൂരിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഫിസിക്കൽ സെക്യൂരിറ്റി ഒക്കെ വളരെ കൂടുതലുണ്ട്. വേറെ ഒരു ഇൻട്രൂഷനൊന്നും പോസിബിൾ അല്ല. അതേപോലെ തന്നെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം ഇഷ്ടമുള്ളതുപോലെ, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി വളരെയധികം പണം സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ബാങ്കിങ് കമ്പനികളും ഫിനാൻസ് കമ്പനികളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് പണം ചിലവിടാറ്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യുന്നത് പോലെ. മറ്റൊന്നുള്ളത് കോലൊക്കേഷനാണ്. കോലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു ഹാർഡ്വെയർ ലീസ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമൈസേഷൻ ഒരു പരിധി വരെ നടക്കും, അതായത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു പരിധി വരെ നടക്കും. പക്ഷേ എങ്കിൽ പോലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട പണം താരതമ്യേന വലുത് തന്നെയാണ്. നമ്മളിന്ന് കാണുന്ന പ്രധാനപ്പെട്ട പലരും, ഗവൺമെൻറ് ആകട്ടെ ITS ആകട്ടെ, ഇവരെല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു കോലൊക്കേഷൻ ഫെസിലിറ്റീസ് തന്നെയാണ്. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ കമ്പനി തന്നെ നടത്തിക്കോളും. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത IaaS ആണ്, ഇൻ്റർനെറ്റ് ആസ് എ സർവീസ്. അപ്പോൾ ഇൻ്റർനെറ്റ് ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെ, നമ്മൾ IT ഹാർഡ്വെയറിനോ അതിന് മാനേജിങ് സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ പല കമ്പനികളും അല്ലെങ്കിൽ കുഞ്ഞൻ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ വെബ് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഹോസ്റ്റ് ചെയ്ത് തരുന്നില്ലേ. അപ്പോൾ സെർവേഴ്സും ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്നുള്ളതും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇന്ത്യയുടെ പുറത്തൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഇൻ്റർനെറ്റ് ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. പ്രധാനമായിട്ടും ഈ കമ്പനി കോലൊക്കേഷനും ഇൻ്റർനെറ്റ് ആസ് എ സർവീസും സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി 1999 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2004 കാബ്രു എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ചെന്നൈയിൽ ഇൻസ്റ്റാൾ ചെയ്തു. 2018 ഇന്റൽ ടെക്നോളജി പ്രൊവൈഡർ പ്ലാറ്റിനം ടു 2018 ബെസ്റ്റ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഡാറ്റാ സെൻറ്റർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഇന്റലിൻ്റെ ബഹുമതി നേടിയെടുത്തു. 2019 പരം ആംബർ എന്ന് പറഞ്ഞ ISROയിലേക്ക് വേണ്ടിയിട്ട് 4ാമത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ലോകത്തിലെ തന്നെ ISROയ്ക്ക് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്തു. അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനേകം കോൺട്രാക്റ്റുകൾ നേടിയെടുത്തു. IT ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. 2023 ഈ ഒരു കമ്പനി BSE NSE ലിസ്റ്റ് ചെയ്തു. ഇതേ വർഷം തന്നെ NVIDIAയുടെ ഗ്രേസ് CPU സൂപ്പർ ചിപ്പും അതുപോലെ ഗ്രേസ് ഓപ്പർ സൂപ്പർ ചിപ്പും സെർവർ ഡിസൈനിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് NVIDIAയുമായിട്ട് ഒരു MOU സൈൻ ചെയ്തു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഈ ഒരു നെവാഡയുടെ ഈ ഒരു ചിപ്പുകളിൽ നിന്നുള്ള ഒരു റവന്യൂ ആയിരിക്കാം മിക്കവാറും ഒരു 20 മുതൽ 25% വരെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ട്രാൻസ്ക്രിപ്റ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സ് പെട്ടെന്ന് നോക്കാം. ഏകദേശം 18,000 രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്ന 2,400 രൂപ വില നിലവാരത്തിലാണ്. EV ഏകദേശം 15,000 കോടി രൂപയുടെ ഉണ്ട്. PE 195 എന്ന് പറയുന്ന വലിയൊരു വില നിലവാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ PE വലിയ നിലവാരം കണ്ടിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഏർണിങ്സ് ഒക്കെ വളരെ നല്ലതായി കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതോടുകൂടി PE കുറച്ച് നോർമലൈസ് ചെയ്യാനുള്ളൊരു വഴിയും നമുക്ക് കാണാം. ROE ROC വാല്യൂസ് ഒക്കെ വളരെ നല്ല ലെവലിൽ നിൽക്കുന്നു. ഒരു IT കമ്പനിയെ സംബന്ധിച്ച്, ഒരു പ്രത്യേകിച്ച് ഹാർഡ്വെയർ കമ്പനിയെ സംബന്ധിച്ച് വളരെ നല്ല നിലവാരത്തിൽ തന്നെയാണ്. 69ഉം 66ഉം യഥാക്രമം. 75% പ്രൊമോട്ടർ സ്റ്റേക്ക് ഉണ്ട്. വെറും 7% മാത്രമേ പബ്ലിക് ഹോൾഡിംഗ് ഉള്ളൂ എന്നുള്ളത് നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ചീത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഇതിൽ വലിയൊരു വോളറ്റിലിറ്റി ഉണ്ടാക്കുമെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരട്ടിയോളമായി എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാൻ കഴിയും. കറണ്ട് റേഷ്യോ 1.51 ഉണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്പേഴ്സൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. P&L നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും P&L ഏകദേശം 3 ഇരട്ടിയായി മാറി കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട്. നെറ്റ് സെയിൽസ് 4 ഇരട്ടിയായി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏകദേശം 8 ഇരട്ടിയായി മാറി. നെറ്റ് ബ്ലോക്ക് ഏകദേശം 4 ഇരട്ടിയായി. അപ്പോൾ ആ ഒരു നെറ്റ് ബ്ലോക്ക് 4 ഇരട്ടി ആയത് ഒരു ഹാർഡ്വെയർ കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് ബ്ലോക്ക് 4 ഇരട്ടിയായി മാറി എന്നുള്ളത് നമ്മൾ നമ്പേഴ്സ് നോക്കുമ്പോൾ അത്ര ഒരു കൺവിൻസിങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് അധികം വേവലാതിപ്പെടുന്നില്ല. ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഏകദേശം 6 ഇരട്ടിയോളമായിട്ടുള്ള ഒരു നെറ്റ് ക്യാഷ് ഫ്ലോ ഉണ്ട്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അത് ഏകദേശം 6 ഇരട്ടിയോളമായി മാറി. അപ്പോൾ നമ്പേഴ്സൊക്കെ നമുക്ക് തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ലൊരു പിക്ചറുമാണ് തരുന്നത്. കൂടാതെ ഒരു ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു പ്രോമിസിംഗ് ആയിട്ട് വളരെ ഒരു വാഗ്ദാനം, വളരെ നല്ലൊരു ഭാവിയിലെ വാഗ്ദാനം എന്ന രീതിയിലാണ് ഈ ടെക്നോളജി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ ടെക്നോളജി അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ള MOUs ഒക്കെ നോക്കുമ്പോൾ ഭാവിയിലേക്ക്, പ്രത്യേകിച്ച് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭാവി വളരെ ശോഭനീയമാണെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. കാരണം റിസ്ക് ഇല്ലാതെ ഒരിക്കലും റിവാർഡ് വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. റിസ്ക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഒക്കെ വളരെയധികം ഉണ്ട്. അതിൻ്റെ അകത്ത് കുറവൊന്നുമില്ല. ഒന്നാമത്തെ ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇത് വളരെയധികം മത്സരം നിറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ നമ്മൾ NVIDIAയുടെ ഒരു MOU സൈൻ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് കോൺട്രാക്റ്റ് ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ന്യൂസിൻ്റെ അകത്ത് വരുന്നത് ഈ പല കമ്പനികളും വലിയ വലിയ കമ്പനിയെ ടെസ്ലയായിട്ട് സൈൻ ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകളൊക്കെ വരും. അത് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേനും ഒരു അടുത്ത 2-3 ദിവസത്തിൻ്റെ അകത്ത് ഇതിൻ്റെ എല്ലാം സ്റ്റോക്കുകളുടെ വില മുകളിലേക്ക് പോകും. എന്തോ ഇത് വലിയ സംഭവമായിട്ട് സംഭവിക്കും എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ പലരും സൈൻ ചെയ്യും, MOU ഒക്കെ സൈൻ ചെയ്യും. പക്ഷേ മിക്കതും ഒരു എക്സ്ക്ലൂസീവ് കോൺട്രാക്ട്സ് ഒന്നും അല്ലാതെ. അപ്പോൾ അതൊരു കാര്യം മനസ്സിൽ വെക്കണം. അതായത് എക്സ്ക്ലൂസീവ് കോൺട്രാക്ട്സ് അല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് നെറ്റ് വെബുമായിട്ട് സൈൻ ചെയ്തെങ്കിൽ നാളെ HCL ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ആയിട്ടോ ഇതേ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
നിയമപ്രകാരം അവരെ ഒന്നും വിലക്കുന്നില്ല. ചിലപ്പോൾ ഡിക്സൺ ആയേക്കാം അവരുടെ ഒരു പാർട്ട്ണർ. അപ്പോൾ അവർ എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഒരു മത്സരം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു മേഖലയിൽ, ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം കമ്പനിയുടെ ഓർഡർ ബുക്ക് ഉണ്ടാകുന്നു, എന്തുമാത്രം കമ്പനിയുടെ ROC വാല്യൂസ് ഒക്കെ മാറുന്നു എന്നുള്ളത് ക്വാർട്ടർലി റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക. പ്രത്യേകിച്ച് നിങ്ങൾ ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഈ ഒരു വില നിലവാരത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ അകത്ത് വലിയൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു മധ്യകാല ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഇതൊരു നല്ല വിലയായിട്ട് ഒക്കെ തന്നെ വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അടുത്ത ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമായിരിക്കാനുള്ള വഴിയൊന്നുമില്ല. പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വില നിലവാരം കൺട്രോൾ ചെയ്യുന്ന ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്ക് ഒന്നും അല്ലെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ ഇന്നത്തെ രീതിയിൽ വോളറ്റിലിറ്റി ഉണ്ടാക്കുന്നത് റീറ്റെയിലേഴ്സ് ആണെന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കും. അപ്പോൾ കുറച്ചൊരു നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ വില മോശമില്ലാണ്ട് കയറി പോകുന്നൊക്കെ വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. വളരെ ചെറിയ സ്വിംഗ് ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് അധികം മെനക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അടുത്ത ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിലൊക്കെ ഇതിൻ്റെ അകത്ത് വലിയ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് വേണമെങ്കിൽ ഒരു 2400 പറയുന്ന ഒരു വില നിലവാരത്തിലൊക്കെ വേണമെങ്കിൽ അക്യുമുലേഷനൊക്കെ വേണമെങ്കിലൊക്കെ തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു അധ്യായം വീണ്ടും കാണുന്നവരെ നന്ദി.